ഹലോ, വെൽക്കം ടു ഈസി ക്ലാസ് ബൈ മൂസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ഫസ്റ്റ് സെമ്മായ ഇംഗ്ലീഷ് AEC സയൻസ് സ്റ്റുഡൻസിനുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽ ഫോർ സയൻസ് ആണ്. അപ്പോൾ ഇത് ആദ്യത്തെ ചാപ്റ്റർ ക്വസ്റ്റ്യനിങ് ദ യൂണിവേഴ്സ്. ഇത് സ്റ്റീഫൻ ഹോക്കിയുടെ ഒരു സ്പീച്ചാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ സ്പീച്ചിൽ പഠിക്കാനുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് യൂണിവേഴ്സിനോട്. നമ്മൾ എവിടെ നിന്ന് വന്നത്, എങ്ങനെയാ ഈ പ്രപഞ്ചം ഉണ്ടായത്, ഏതെങ്കിലും ഏലിയൻസിൻ്റെ സാന്നിധ്യം ഈ പ്രപഞ്ചത്തിലുണ്ടോ, ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ ഈ സ്പീച്ചിൽ ചോദിക്കുന്നത്. അതേപോലെ ഉത്തരവും ഇദ്ദേഹം ഒരുപാട് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചത് ഇദ്ദേഹം പറയുന്നുമുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ആദ്യം സ്റ്റീഫൻ ഹോക്കിയെ പറ്റി നോക്കാം. സ്റ്റീഫൻ ഹോക്കി ഒരു തിയറിറ്റിക്കൽ ഫിസിക്സ്റ്റ് അതേപോലെ കോസ്മോളജിസ്റ്റ് ആയിരുന്നു. കോസ്മോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ ഒറിജിൻ എവിടെയാണ് ഒക്കെ പ്രവചിക്കുന്നവരെയാണ് കോസ്മോളജിസ്റ്റ് എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ ഇദ്ദേഹം ജനിച്ചത് 1942 ജനുവരി 8-നാണ്. ഇംഗ്ലണ്ടിൽ ഓക്സ്ഫോർഡിൽ വെച്ചായിരുന്നു ജനനം. പിന്നെ സ്റ്റീഫൻ ഹോക്കിൻ്റെ ഒരു രോഗബാധിതനായ ഒരു വ്യക്തിയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ 21-ാം വയസ്സിലാട്ടോ ഈ രോഗം ഇദ്ദേഹത്തിന് ആദ്യമായി വന്നത്. ഈ രോഗത്തിൻ്റെ പേര് ALS, അതായത് ആമിയോട്രോഫിക് ലാറ്ററൽ സിറോസിസ് എന്നായിരുന്നു. അതായത് ഞരമ്പിനെ ബാധിക്കുന്ന ഒരു അസുഖമായിരുന്നു. അപ്പോൾ ഫിസിക്കൽ ലിമിറ്റേഷൻസ് ഒരുപാട് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഉണ്ടായിട്ടും ഇദ്ദേഹം നമ്മുടെ സയൻസ് കണ്ട് ഒരുപാട് കോൺട്രിബ്യൂഷൻസ്, അതായത് സംഭാവനകൾ ചെയ്തു. അതിൽ വലിയ ഇദ്ദേഹം പബ്ലിഷ് ചെയ്തൊരു ബുക്കാണ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. അതിലും ഈ ഒരു ബുക്കിൽ ഇദ്ദേഹം കൂടുതലായിക്കാണ്ട് പറയുന്നത് നമ്മുടെ പ്രപഞ്ചത്തിനെ, നമ്മുടെ ലോകത്തിൻ്റെ ഓരോ കാര്യങ്ങളും അതേപോലെ ഇതിൽ ഓരോ ടേംസും കാര്യങ്ങളൊക്കെ ആണ്. അപ്പം പിന്നെ അതേപോലെ ഇദ്ദേഹം മരിച്ചത് 2018 മാർച്ച് 14-നാണ്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ സ്റ്റീഫൻ ഹോക്കിയെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് ഡീറ്റെയിൽസ് ആയിക്കാണ്ട് നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് കടക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിങ് ദ യൂണിവേഴ്സ്. ദിസ് ഈസ് എ ടെഡ് ടോക്ക്. അപ്പോൾ ടെഡ് ടോക്ക് എന്നാൽ ഒരു ഷോർട്ടായ ഇൻഫോർമേഷൻ തരുന്ന ഒരു എക്സ്പെർട്ട് നടത്തുന്ന സ്പീച്ചിനെയാണ് ടെഡ് ടോക്ക് എന്ന് പറയുന്നത്. ഇത് 20-25 മിനിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്ന് സ്റ്റീഫൻ ഹോക്കി സ്പീച്ചിൻ്റെ തുടക്കത്തിൽ പറയുന്നത് ദർ ഈസ് നത്തിങ് ബിഗ്ഗർ ഓർ ഓൾഡർ ദെൻ ദ യൂണിവേഴ്സ്. അതായത് അപ്പം യൂണിവേഴ്സിനേക്കാൾ ഓൾഡ് ആയത് വേറെ ഇല്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അപ്പോൾ സ്റ്റീഫൻ ഹോക്കി ചെയ്യുന്നത്. അപ്പോൾ വേർ ഡിഡ് വി കം ഫ്രം, ഹൗ ഡിഡ് ദ യൂണിവേഴ്സ് കം ഇൻ ടു ബിഗിൻ. അപ്പോൾ എവിടെ നിന്നാണ് നമ്മൾ വന്നത്, എങ്ങനെയാണ് യൂണിവേഴ്സ് ഉണ്ടായത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആർ വി അലോൺ ഇൻ ദ യൂണിവേഴ്സ്, ഈസ് ദെയർ ഏലിയൻ ലൈഫ് ഔട്ട് ദർ. അപ്പോൾ നമ്മൾ ഈ യൂണിവേഴ്സിൽ ഒറ്റക്കാണോ അല്ലെങ്കിൽ ഏലിയൻ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ഫ്യൂച്ചർ ഓഫ് ദ ഹ്യൂമൻ റൈറ്റ്സ്. അപ്പോൾ എന്താണ് മാനവരാശിയുടെ ഭാവി. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളുടെ ഈ ഒരു സ്പീച്ചിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസറും ഈ ഒരു ക്വസ്റ്റ്യനുമാണ് ഈ ഒരു സ്പീച്ച് ഫുള്ളായിക്കൊണ്ട് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. അതായത് യൂണിവേഴ്സിനെ കുറിച്ച് 1920 സെഞ്ച്വറീസ് വരെ എല്ലാവരും ചിന്തിച്ചത് പ്രപഞ്ചം എന്നത് മാറാത്ത ഒന്നാണ് എന്നാണ്. എന്നാൽ പിന്നെ കണ്ടുപിടിച്ചു യൂണിവേഴ്സ് എന്നത് എക്സ്പാൻഡ് ചെയ്യുന്ന, അതായത് വ്യാപിക്കുന്ന ഒന്നാണ് മനസ്സിലായി. അപ്പോൾ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യാൻ എന്ന് ഉദ്ദേശിക്കുന്നത് പണ്ട് ഗാലക്സി അല്ലെങ്കിൽ യൂണിവേഴ്സ് ഒക്കെ അടുത്തായിരുന്നു. എന്നാൽ ഇപ്പോൾ കാണുന്ന യൂണിവേഴ്സ് അല്ലെങ്കിൽ ഗാലക്സി അവേ ഫ്രം അസ് ആണ്. അപ്പം അല്ലെങ്കിൽ വിട്ടാണ് നിൽക്കുന്നത് എന്നാണ്. അതുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് ഒരു ബിഗ് ബാങ് തിയറിയിൽ നിന്നാണ്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് പറയുന്ന ഒരു തിയറിയാണ് ബിഗ് ബാങ് തിയറി എന്ന് പറയുന്നത്. അതിൽ പ്രപഞ്ചത്തെ പറ്റി എല്ലാ കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡഡ് ആണ് എന്നാണ് പറഞ്ഞത്. പണ്ട് കാലങ്ങളിൽ ഉള്ളതാണ് കേട്ടോ. ബട്ട് വാസ് ദ എനിത്തിങ് ബിഫോർ ദ ബിഗ് ബാങ്. അപ്പോൾ പിന്നെ അദ്ദേഹം ചോദിക്കുകയാണ് ബിഗ് ബാങ്കിൻ്റെ മുമ്പ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ. ഇഫ് നോട്ട്, അപ്പോൾ വാട്ട് ക്രിയേറ്റ് ദ യൂണിവേഴ്സ്, ഇല്ലെങ്കിൽ എന്താണ് പ്രപഞ്ചത്തിനെ ക്രിയേറ്റ് ചെയ്തത്. വൈ ഡിഡ് ദ യൂണിവേഴ്സ് എമർജ് ഫ്രം ദ ബിഗ് ബാങ് ദ വേ ഈസ് ഡിറ്റ്. അപ്പോൾ അതുപോലെ ബിഗ് ബാങ് തിയറിയിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്.
സയൻസ് എപ്പോഴും കറക്റ്റ് ആണെന്നില്ല. അതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ട് കോസ്മോളജി തിയറിയെ 2 പാർട്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പാർട്ട് 1 എന്ന് പറയുന്നത് there were the laws like Maxwell's equation and general relativity that determined the evolutions of the universe. അതായത് മാക്സ്വെല്ലിൻ്റെ എക്വേഷൻസ് ആൻഡ് ജനറൽ റിലേറ്റിവിറ്റി ലോ ഒക്കെയാണ് പ്രപഞ്ചത്തിൻ്റെ എവല്യൂഷനുമായി ബന്ധപ്പെടുത്തി പറയുന്നത്. അതേപോലെ സെക്കൻഡ് വണ്ണാണ് ദർ വാസ് നോ ക്വസ്റ്റ്യൻ ഓഫ് ദ ഇനീഷ്യൽ സ്റ്റേറ്റ് ഓഫ് ദ യൂണിവേഴ്സ്. അതായത് പ്രപഞ്ചത്തിൻ്റെ തുടക്കത്തെ പറ്റി ചോദ്യങ്ങളൊന്നുമില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന മീനിങ് ആൻസർ ഇല്ല എന്നാണ്. അതായത് തുടക്കത്തിൽ പ്രപഞ്ചത്തെ പറ്റി ഒന്നും ആരും പറയുന്ന ചോദ്യങ്ങളൊന്നും ഒന്നിലില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. We have made good progress on the first part and now have the knowledge of the laws of evolution in all but the most extreme conditions. അതായത് അദ്ദേഹം പറയുകയാണ് നമുക്ക് കുറച്ച് മാത്രമേ പ്രപഞ്ചത്തെ അറിയുകയുള്ളൂ, എന്നാലും അപ്പോൾ എവല്യൂഷണറി ലോസ് ആൻഡ് ഇനൻഷ്യൽ കണ്ടീഷൻസ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് സമയത്തെയും അതേപോലെ കാലത്തെയും സ്പേസിനെയും ഒക്കെ ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. Under extreme conditions, general relativity and quantum theories allow the time to behave like another dimensions of space. അതായത് ജനറൽ റിലേറ്റിവിറ്റി തിയറി, ക്വാണ്ടം തിയറി ഇതൊക്കെ സ്പേസുമായി കണക്റ്റഡ് ആണ്. പക്ഷേ യൂണിവേഴ്സിറ്റി ഒറിജിൻ എന്ന് പറയുന്നത് പെട്ടെന്ന് മുളച്ചു വന്ന ഒന്നാണ് എന്നാണ് അപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ് പറയുന്നത്. കാരണം പണ്ട് കാലങ്ങളിൽ ഇതിനെപ്പറ്റി ഒരു അറിവുമില്ലായിരുന്നു എന്നാണ്. നമ്മൾ ഇതുവരെ നോക്കിയത് ഫസ്റ്റത്തെ ക്വസ്റ്റ്യനായ അപ്പോൾ എവിടെ നിന്നാണ് വന്നത്, എങ്ങനെയാണ് യൂണിവേഴ്സ് ഉണ്ടായത് എന്നതിനെ പറ്റിയാണ്. ഇനി നമ്മൾ നോക്കുന്ന ഏലിയൻസ് ഉണ്ടോ ഇല്ലേ എന്ന് എന്താണ് അദ്ദേഹം പറയുന്നത് എന്നാണ്. അപ്പോൾ ഹി ടെൽസ് വി ബിലീവ് ദാറ്റ് ലൈഫ് arose spontaneously on Earth, so it must be possible for life to appear on other suitable planets. അതായത് ഭൂമിയിൽ ജീവൻ സ്വയം ഉണ്ടായതുപോലെ ചിലപ്പം വേറെ പ്ലാനറ്റ്സിൽ ആലിയൻസ് ഉണ്ടാവാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹി ടെൽസ് വി ഡു നോട്ട് നോ ഹൗ ലൈഫ് ഫസ്റ്റ് അപ്പിയർഡ്. അതായത് അദ്ദേഹം പറയുന്നു ജീവൻ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് എങ്ങനെയെന്ന് നമുക്കറിയില്ല. ജീവൻ്റെ ഉത്ഭവത്തിന് 2 ഒബ്സർവേഷൻ എവിഡൻസ് ഉണ്ട് ഇനി അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതായത് അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 3.5 മില്യൺ ഇയേഴ്സിൻ്റെ പഴക്കമുള്ള ആൽഗയുടെ ഫോസിലുകൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 4.6 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി ഉണ്ടായി. അതിൻ്റെ 1/2 ബില്യൺ വർഷങ്ങൾ വളരെ ചൂടായിരുന്നു. അതിൻ്റെ ശേഷമാണ് ജീവനുകൾ ഉണ്ടായി തുടങ്ങിയത് എന്നതിന് തെളിവ് കിട്ടി അല്ലേ. On the other hand, he tells they do not seem to have been visited by aliens. അതായത് മറുവശം പറയുകയാണെങ്കിൽ ഇതുവരെ ഏലിയൻസിനെ എവിടെയും കണ്ടിട്ടില്ല എന്നാണ് സ്റ്റീഫൻ ഹോക്കിങ് പറയുന്നത്. ഇതിന് കറക്റ്റ് ആൻസർ അദ്ദേഹത്തിന് അറിയില്ല. ചിലപ്പോൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇല്ലാതെ നിൽക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതെങ്കിലും ഗ്രഹത്തിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇല്ലാതിരിക്കാമെന്നും നമുക്കറിയില്ല എന്നാണ് അദ്ദേഹം ചുരുക്കി അദ്ദേഹം ഈ ഒരു സ്പീച്ചിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതോടെ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറും നമുക്ക് അദ്ദേഹം തന്നു. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ നോക്കാം. He tells if we are the only intelligent being in the galaxy, we must ensure that we survive and continue. ഇപ്പോൾ മനുഷ്യരാണ് ഗാലക്സിയിൽ ഉള്ള വളരെ ബുദ്ധിശക്തിയുള്ളവർ. അതുകൊണ്ട് തന്നെ എല്ലാ പ്രതിസന്ധികളെയും സർവൈവൽ ആൻഡ് കണ്ടിന്യൂ ചെയ്യും എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ബട്ട് വി ആർ ദ എൻറ്ററിങ് എ ഡേഞ്ചറസ് പീരിയഡ് ഇൻ അവർ ഹിസ്റ്ററി. അതായത് നമ്മുടെ ഹിസ്റ്ററിയിൽ അപകടകരമായ ഒരു കാലം
കാലഘട്ടത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്നാണ് അദ്ദേഹം പറയുന്നത്, അതായത് കാരണം നമ്മളുടെ പോപ്പുലേഷൻ കൂടിക്കൊണ്ട് നിൽക്കുകയാണ്, അതിനനുസരിച്ച് റിസോഴ്സ് കുറവാണ്. അപ്പോൾ പിന്നെ ടെക്നോളജി നല്ല രീതിയിൽ ഡെവലപ്പ് ആവുന്നുണ്ട്. ഇത് നല്ലതുപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ഒരു നാളുണ്ടാവും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. ഹി ടെൽസ് അവർ ജനറ്റിക് കോഡ് സ്റ്റിൽ carries selfish and aggressive instincts, അപ്പോൾ ദാറ്റ് ഈസ് harmful ഫോർ എർത്ത്. പിന്നെ അദ്ദേഹം പറയുന്നത് നമ്മുടെ ഉള്ളിൽ പാരമ്പര്യമായി സെൽഫിഷ്, അഗ്രസീവ് ഇൻസ്റ്റൻറ്റ് ഒക്കെ ഉണ്ടെന്നാണ്. ഇത് ഭൂമിക്ക് അപകടകരമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ വരുന്ന ദുരന്തം ഒഴിവാക്കണം മനുഷ്യർ എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഓരോ അപകടവും ഉണ്ടാക്കുന്നത് മനുഷ്യരാണ് എന്നാണ് അദ്ദേഹം ചുരുക്കി പറയുന്നത്. He tells our only chance for long-term survival is not to remain on Earth but to expand into space. അതായത് അദ്ദേഹം പറയും, ദീർഘകാല നിലനിൽപ്പിനുള്ള നമ്മുടെ ഒരേ ഒരു അവസരം ഭൂമിയിൽ നിൽക്കുകയല്ല, മറിച്ച് പ്രപഞ്ചത്തെ കുറിച്ചൊക്കെ പഠിക്കണം. അതേപോലെ എക്സ്പാൻഡ് ഇൻറ്റു സ്പേസ്, അതായത് സ്പേസിലേക്ക് പോകാൻ പറ്റിയാൽ പോകണം എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് നമ്മൾ പ്രപഞ്ചത്തിലെ യൂണിവേഴ്സ് നല്ലോണം നമ്മൾ പഠിക്കണം എന്നാണ് പറയുന്നത്. അപ്പം ഇൻ ദ ലാസ്റ്റ് ഓഫ് ദ സ്പീച്ച് ഹി ടെൽസ് ദാറ്റ് ഹി ഹാഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് യൂണിവേഴ്സ് ത്രൂ ഔട്ട് ഹിസ് ലൈഫ്. അതായത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നുവെന്ന് സ്പീച്ചിൻ്റെ ലാസ്റ്റ് അദ്ദേഹം പറയുന്നു. ഹിസ് ഡിസബിലിറ്റി ഗേവ് ഹിം മോർ ടൈം ദെൻ അതർ ടു തിങ്ക് ആൻഡ് റിസർച്ച്. അതായത് അദ്ദേഹത്തിൻ്റെ വൈകല്യം മറ്റുള്ളവരെക്കാൾ കൂടുതൽ സമയം അദ്ദേഹത്തിന് ചിന്തിക്കാനും ഗവേഷണം ചെയ്യാനും ഒക്കെ കിട്ടിയെന്നാണ് അദ്ദേഹം പറയുന്നത്. ഹി കൺക്ലൂഡ്സ് ഹിസ് സ്പീച്ച് വിത്ത് ദ വേർഡ്സ് ദാറ്റ് ദ അൾട്ടിമേറ്റ് ഗോൾ ഈസ് ദ കംപ്ലീറ്റ് തിയറി ഓഫ് യൂണിവേഴ്സ്. അതായത് സ്പീച്ചിൻ്റെ അവസാനം അദ്ദേഹം പറയുന്നത് ഇപ്പോഴും യൂണിവേഴ്സിനെ കുറിച്ച് തിയറി കംപ്ലീറ്റ് ആയിട്ടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും നല്ല കറക്റ്റ് ആൻസർ അല്ല തരുന്നത്, ഒരു കംപ്ലീറ്റ് തിയറിയാണ് വേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത് യൂണിവേഴ്സിറ്റിനെ പറ്റി.